നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം. 4 പേർ റിമാൻഡിൽ. ഒളിവിലായിരുന്ന 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിഭാഗം ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ട് ഈ സംഭവം നടത്തിയത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും MV ഗോവിന്ദൻ. തദ്ദേശ സ്വയംഭരണ ദിനം സ്വരാജ് ട്രോഫി നിർണയത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയെന്ന് മന്ത്രി MP രാജേഷ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം എന്നിവയും മാനദണ്ഡം. വിശദമായ വാർത്തകളിലേക്ക്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 4 പേർ റിമാൻഡിൽ. ഒളിവിലായിരുന്ന 2 പേരെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. 15ഓളം പേർ ചേർന്ന് നടത്തിയ അക്രമത്തിലാണ് സലീം മണ്ണേൽ മരിച്ചത്. വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ മർദ്ദനമേറ്റ് തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാലോലിക്കുളങ്ങര ജമാഅത്ത് പ്രസിഡന്റുമായ സലീം മണ്ണേൽ മരിച്ച കേസിലാണ് 2 പേർ കൂടി അറസ്റ്റിലായത്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ എത്തിരത്തിൽ തെക്കതിൽ R ഫൈസൽ, ഇയാളുടെ സഹോദരൻ മുസമ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. സംഘർഷത്തിൽ ഉൾപ്പെട്ട തേവലക്കര പാലക്കൽ മുഹമ്മദ് ഷാ, YK ഫാത്തിമ ഹൌസിൽ M യൂസഫ് എന്നിവരെ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. ഒളിവിൽ പോയ ഫൈസൽ, മുസമ്മൽ എന്നിവരെ പാലക്കാട്ട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊടിയൂർ പാലോലിക്കുളങ്ങര ജമാഅത്ത് ഓഫീസിൽ വെച്ച് വിവാഹ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോഴുണ്ടായ തർക്കത്തിൽ ജമാഅത്ത് സെക്രട്ടറിയെ 15 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇത് തടയാൻ ചെന്ന സലീം മണ്ണേലിനെ സംഘത്തിലുള്ള ഒരാൾ ചവിട്ടി താഴെയിടുകയും തറയിൽ വീണ സലീം മണ്ണേലിനെ പ്രതികൾ കൂട്ടം കൂടി മർദ്ദിക്കുകയുമായിരുന്നു. സലീം മണ്ണേലിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഘത്തിലെ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ V ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷിഹാസ്, ഷാജിമോൻ, കണ്ണൻ, ASI-മാരായ വേണുഗോപാൽ, കണ്ണൻ, അസിസ്റ്റന്റ് CPO-മാരായ ഹാഷിം ബഷീർ ഖാൻ, ഡാൻസാഫ്, മനു, സിനു, സജു, റിപു, രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിനെതിരെ ഉണ്ടായത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സലീം മണ്ണേലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ പ്രകോപിതരായി ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ പ്രകോപിതരായി മനഃപൂർവ്വം തന്നെ പ്രിയപ്പെട്ട സഖാവിനെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു. SDPIയുടെ ഒരു വിഭാഗം ക്രിമിനലുകളാണ് ആസൂത്രിതമായി ഇത് ചെയ്തത്. തർക്കമുള്ള പ്രശ്നത്തിൽ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത സലീമിനെതിരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പല വാഹനങ്ങളിലായി എത്തിയ 17ഓളം വരുന്ന സംഘം മധ്യസ്ഥതയുടെ മറവിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു കുടുംബ പ്രശ്നം സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി 2 ഭാഗത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം പ്രകോപിതമായി ബോധപൂർവം തന്നെ ഒരു കാര്യത്തിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു വാക്കുപോലും സംസാരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ, സലീമിനെ ബോധപൂർവം അദ്ദേഹം ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള 15 ദിവസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള വിവരം ഉൾപ്പെടെ എല്ലാം അറിയുന്ന SDPIയുടെ ഒരു വിഭാഗം ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ട് ഈ സംഭവം നടത്തിയത്. സ്വന്തം പ്രദേശത്ത് ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സലീമിനെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ കൊലപാതകമെന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു, ജില്ലാ സെക്രട്ടറി S സുദേവൻ എന്നിവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരയ്ക്ക് A ഗ്രേഡ് നേടിയ കൊല്ലം സെയിന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. PTയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സൂസി അനുമോദന സന്ദേശം നൽകി. I invite parents and leaders to be ready to give away the prizes to us. And after that, the PTA members
കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൂൾ പ്രഥമ പരിഗണന നൽകുമെന്ന് സിസ്റ്റർ സൂസി പറഞ്ഞു. PTA പ്രസിഡന്റ് വിജയികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മത്സരവേദി കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യൂത്ത് അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കരീപ്രയിൽ നെഹ്റു യുവകേന്ദ്ര എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, തളവൂർക്കോണം സെന്റർ ഓഫ് മാർട്സ് ആർട്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം നെഹ്റു യുവകേന്ദ്ര, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, കരീപ്ര, തളവൂർക്കോണം സെന്റർ ഓഫ് മാസ് ആർട്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യൂത്ത് അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അതായത് കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വരുന്ന സത്യയുഗമാണ്. അപ്പൊ 4 യുഗമാണുള്ളത്. ദ്വാപരയുഗത്തിൽ ആരായിരുന്നുണ്ടായത്? അതായത് ഈ ലോകത്ത് യുവതി യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗത്തിനും ലഹരി വിരുദ്ധതയ്ക്കും വേണ്ടിയാണ് യുവജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. CMA പ്രസിഡന്റ് അനൂപ് കെ രാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PS പ്രശോഭ മുഖ്യപ്രഭാഷണം നടത്തി. അത്തരത്തില് നേരത്തെ ഒറ്റപ്പെട്ടു പോയവരെ ഇപ്പോൾ ചേർത്ത് നിർത്താൻ ഈ ഇത്രയും വർഷത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ചികിത്സയില്ല, മരിച്ചു പോകും എന്നുണ്ടായിരുന്നത് വ്യത്യസ്തമായി നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് കൃത്യമായി ഭക്ഷണവും വ്യായാമവും മരുന്നും ക്രമീകരിച്ചു പോയാൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കും. അഡ്വക്കേറ്റ് J. ശ്രീകുമാർ, വിജയകുമാർ J, ശിവപ്രസാദ്, റിൻസി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. CS ബിനു, T. വിഷ്ണുരാജ്, അഡ്വക്കേറ്റ് J. ശ്രീകുമാർ കൊട്ടാരക്കര എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും നേട്ടം കൈവരിച്ചവരെ ആദരിക്കുന്നു. പാവുമ്പ ഹൈസ്കൂളിലെ പ്രതിഭകളെയാണ് ആദരിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാവുമ്പ ഹൈസ്കൂളിൽ നിന്നും സംസ്ഥാനതല കലാകായിക പ്രതിഭകളായവരെ നാട് ആദരിക്കുന്നു. ഈ മാസം 22-ന് വിവിധ സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6-ന് പാവുമ്പ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷമാണ് സാംസ്കാരിക സമ്മേളനം നടക്കുക. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ആദരവ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, ആദിനാട് ശശി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് ചെല്ലുമ്പോഴേക്കും 4 ഐറ്റത്തിന് നമ്മൾ സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുണ്ടായി. 4 ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ പങ്കെടുക്കുകയും അതിൽ 3 മലയാള നാടകങ്ങൾ, A ഗ്രേഡ് മലയാളം ഒരു നാടകം, സംസ്കൃതം, അറബിക്, ഈ 3 നാടകങ്ങൾ നമ്മൾ A ഗ്രേഡോടുകൂടി സ്റ്റേറ്റിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ നാടൻപാട്ടിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റാഫുകളും മറ്റുള്ള എല്ലാ അംഗങ്ങളും പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് മലയാളം നാടകം, അറബിക് നാടകം, സംസ്കൃത നാടകം എന്നീ ഇനങ്ങളിൽ 3 നാടകങ്ങളിലും A ഗ്രേഡ് കിട്ടിയ ഏക സ്കൂളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരങ്ങളിൽ വിജയികളായവർക്കും ജനറൽ വിഭാഗത്തിൽ മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷയ് SJ, ഫുട്ബോൾ, നീന്തൽ, ജൂഡോ ഇനങ്ങളിൽ സംസ്ഥാന കായികമേളയിൽ സാന്നിധ്യമായ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയാണ് ആദരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അമ്മ വീട് അഗതി മന്ദിരത്തിന് TV വാങ്ങി നൽകി. തഴവ AVHSലെ അമിഗോസിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് TV നൽകിയത്. തഴവ AVHSലെ 1993-94 ബാച്ചിന്റെ കാരുണ്യ സംഘടനയായ അമിഗോസിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്ലാവിള്ള ചന്തയിൽ പ്രവർത്തിക്കുന്ന അമ്മ വീട് അഗതി മന്ദിരത്തിലെ അമ്മമാർക്കായി TV വാങ്ങി നൽകിയത്. TVയുടെ വിതരണോദ്ഘാടനം സെക്രട്ടറി രാജീവ് കടത്തോട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽ കുരിത്തടിയിൽ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം വിനോദ, ജോയിന്റ് സെക്രട്ടറി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തദ്ദേശ സ്വയംഭരണ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന സ്വരാജ് ട്രോഫി നിർണയത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയെന്ന് മന്ത്രി MB രാജേഷ്.
കൊട്ടാരക്കരയിൽ തദ്ദേശ ദിന ആഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനം നൽകുന്ന പ്ലാൻ ഫണ്ട് വിനിയോഗത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം എന്നിവ കൂടി സ്വരാജ് ട്രോഫി നിർണയത്തിന് മാനദണ്ഡമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനം നൽകുന്ന പ്ലാൻ ഫണ്ട് വിനിയോഗത്തിന് പുറമെ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം എന്നിവ കൂടി സ്വരാജ് ട്രോഫി നിർണയത്തിന് മാനദണ്ഡമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം എന്നത് സർക്കാരിന്റെ ഒരു മുൻഗണനാ പദ്ധതിയാണ്. 2025 മാർച്ച് 30-നുള്ളിൽ ഈ ലക്ഷ്യം കൈവരിക്കണമെന്നാണ് നാം തീരുമാനിച്ചത്. പിന്നീട് ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ 1 വർഷം നേരത്തെ ആ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കണം എന്ന് നാം കാണുകയുണ്ടായി. സർക്കാർ കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ചെലവഴിച്ചത് മാത്രമാണ് പുരസ്കാരത്തിന്റെ മാനദണ്ഡം. സ്വരാജ് ട്രോഫിയുടെ മാനദണ്ഡം അത് മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 27.19% കഴിഞ്ഞ വർഷം കൊടുത്തത്. അത് അതിനു മുമ്പുള്ളതിനേക്കാൾ 0.69% കൂടുതലായിരുന്നു. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകൃതമായ ശേഷം കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയുള്ള തദ്ദേശ ദിന ആഘോഷത്തിന്റെ 2ാം പതിപ്പാണ് കൊട്ടാരക്കരയിൽ അരങ്ങേറുക. സംരംഭകത്വവും ഉപജീവനവും സുസ്ഥിര വികസനവും പ്രാദേശിക സാമ്പത്തിക വികസനം, ഇ ഗവേൺസും ഡിജിറ്റൽ സാക്ഷരതയും മാലിന്യ നിർമ്മാർജ്ജനവും ശുചിത്വ പരിപാലനവുമാണ് പരിപാടിയുടെ ആദ്യ ദിവസം നടത്തുന്ന സെമിനാറുകളുടെ വിഷയങ്ങൾ. പുതുക്കിയ മാനദണ്ഡങ്ങളനുസരിച്ച് തീരുമാനിക്കുന്ന സ്വരാജ് ട്രോഫി ചടങ്ങിൽ വിതരണം ചെയ്യും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചും പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിയും ആയിരിക്കണം പരിപാടിയെന്നും മന്ത്രി പറഞ്ഞു. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിനാഘോഷമായിരുന്നു. ഫെബ്രുവരി 19 പഞ്ചായത്ത് ദിനമായി ആഘോഷിച്ചു വന്നിരുന്നത്. ഫെബ്രുവരി 19 പ്രത്യേകത ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത്രായ് മേത്തയുടെ ജന്മദിനമാണ് എന്നതാണ്. തദ്ദേശ സ്വയംഭരണ മേഖലയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരിപാടിയാണ് തദ്ദേശ ദിനാഘോഷമെന്നും അധ്യക്ഷനായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 18-19 നിശ്ചിതമായ ഡേറ്റാണ് 18-19 ഫെബ്രുവരി. അപ്പോൾ അതിന് അനുസരിച്ച് കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിന് എല്ലാ പിന്തുണയും എല്ലാ സഹായവും നമുക്ക് ഈ നാട്ടുകാർക്കെല്ലാം കൂടി നൽകാം. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി പരിപാടി ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ നടത്തുന്നതിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനം നടത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതിയെയും വിവിധ സബ് കമ്മിറ്റികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. കോവൂർ കുഞ്ഞുമോൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P.K. ഗോപൻ, മുനിസിപ്പൽ ചേംബർ ചെയർമാൻ M. കൃഷ്ണൻദാസ്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് D. സുരേഷ്, കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ S.R. രമേശ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൃഷ്ണപുരം സൗത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി പത്മകുമാർ പനംപ്ലാവിൽ ചുമതലയേറ്റു. സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം കൃഷ്ണപുരം സൗത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി പത്മകുമാർ പനംപ്ലാവിൽ ചുമതലയേറ്റു. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവാണ്. ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവാണ്. ഏറ്റവും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാവാണ്. പ്രതിസന്ധികളിൽ തളരാത്ത പോരാളിയാണ് അദ്ദേഹം. ഇന്ന് ഒരുപക്ഷെ ഇവിടെ പത്മകുമാർ എന്ന ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരേട് തുന്നിച്ചേർക്കുന്ന ദിനമായി ഈ ദിനം മാറുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ നിയമവാഴ്ചയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കം കുറിക്കുകയാണ്. ആ തുടക്കം കുറിക്കുന്ന ദിനത്തിലാണ് ഇന്ന് ശ്രീ പത്മകുമാർ ഇവിടെ ഈ ചുമതല ഏറ്റെടുക്കുന്നത്. ആ ഭാരത് ജോഡോ ന്യായ യാത്ര അടക്കം, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഭാരത് ജോഡോ യാത്ര അടക്കം, ഒരുപക്ഷെ ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ആർക്കും സങ്കല്പിക്കുവാൻ കഴിയാത്ത, ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചിന്തിക്കുവാൻ കഴിയാത്ത ഏറ്റവും ജനകീയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. മുൻ പ്രസിഡന്റ് നവാസ് വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. NDV, ത്രിവിക്രമൻ തമ്പി, U. മുഹമ്മദ്, ചിറപ്പുറത്ത് മുരളി, സൈനുലാബുദ്ദീൻ, K. നാസർ, പുഷ്പദാസ്, അവിനാഷ് ഗംഗൻ, അരിത ബാബു, സിയാദ് വലിയ വീട്ടിൽ, രാധാമണി രാജൻ, ചന്ദ്രിക തങ്കപ്പൻ, അഡ്വക്കേറ്റ് CA അൻഷാദ, മഞ്ജു ജഗദീഷ്, ആശാരാജ്, ശൈലജ ശശി, ഹരികോട്ട, ദേവദാസ്, അയ്യാനിക്കൽ മജീദ്, നൌഷാദ് സഫാസ്, തോമസ് കരിഞ്ഞപ്പള്ളി, ഹരി കോട്ടൂരേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുണ്ടറ ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. 26-നാണ് തൈപ്പൂയം. 30 ക്ഷേത്രങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ കാവടിയാടി ക്ഷേത്രത്തിലേക്കെത്തും.
കുണ്ടറ ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. തൈപ്പൂയ ദിനമായ 26-ന് 30-ലധികം കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ കാവടി ഘോഷയാത്രകൾ, കലാപരിപാടികൾ, ആകാശക്കാഴ്ചകൾ, കെട്ടുകാഴ്ചകൾ തുടങ്ങിയവയോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് താലപ്പൊലി, പഞ്ചവാദ്യം, ദീപാരാധനയ്ക്കു ശേഷം മുഖ്യതന്ത്രി ചെറുപൊയ്ക മുടപ്പിലാപ്പള്ളി മഠം നീലകണ്ഠരര് ഭട്ടതിരി, മേൽശാന്തി രാജീവ് നാരായണ ശർമ്മ, കീഴ്ശാന്തി മിഥുൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റും. തുടർന്ന് തിരുവാതിരകളി, ഗാനമേള എന്നിവയും നടക്കും. 17-ന് വൈകിട്ട് 7-ന് ആധ്യാത്മിക പ്രഭാഷണം, മാജിക് ഷോ എന്നിവയും 18-ന് ഹിഡിംബൻ പൂജ, ചാക്യാർകൂത്ത്, നാടകം, കണ്ണുകെട്ടിക്കളി എന്നിവയും 19-ന് ആധ്യാത്മിക പ്രഭാഷണം, നാടൻപാട്ട് എന്നിവയും 20-ന് ഇടവട്ടം വടക്കേക്കരയിൽ നിന്ന് താലപ്പൊലിയും ചമയവിളക്കും കെട്ടുകാഴ്ചകളും ഉണ്ടാകും. 21-ന് വൈകിട്ട് നൃത്തസന്ധ്യ, 22-ന് സർപ്പബലി, കഥാപ്രസംഗം, ഗാനമേള, അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പായസ സദ്യ, 23-ന് നൃത്തനൃത്യങ്ങൾ, ഗാനമേള, 24-ന് ലക്ഷദീപം, പള്ളിവേട്ട പുറപ്പാട്, തിരിച്ചെഴുന്നള്ളത്ത്, 25-ന് ആറാട്ടുബലി, കൊടിയിറക്ക്, ആറാട്ട് സദ്യ, നാമസങ്കീർത്തനം എന്നിവ നടക്കും. തൈപ്പൂയ ദിനമായ 26-ന് രാവിലെ 6:30-ന് പൂജപ്പുര കാവടിയാട്ടം. സമീപത്തെ 30 ക്ഷേത്രങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയായി എത്തും. 12-ന് മഞ്ഞനീരാട്ട്, 3-ന് കെട്ടുകാഴ്ചകൾ, 4:30-ന് പഞ്ചവാദ്യം, ആകാശക്കാഴ്ചകൾ, തുടർന്ന് നാടകം, നൃത്തനാടകം എന്നിവ അരങ്ങേറും. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ സദ്യയുണ്ടാകുമെന്നും ചെയർമാൻ കെ രതീഷ് കുമാർ, കൺവീനർ എം വിനോദ് കുമാർ എന്നിവർ പറഞ്ഞു. 22-ാം തീയതി തന്നെ നമുക്ക് അന്നേ ദിവസം അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വിശേഷാൽ ഉച്ചയ്ക്ക് തന്നെ വിശേഷാൽ പൂജകളും വലിയ സമൂഹ പ്രാർത്ഥനയും തുടങ്ങിയ ചടങ്ങുകളൊക്കെ വിശേഷാൽ നടക്കുന്നുണ്ട്. 24-ാം തീയതി പള്ളിവേട്ട ദിവസമാണ്. അന്ന് ലക്ഷദീപം, വലിയ ലക്ഷദീപം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ആ ലക്ഷദീപത്തിന് ശേഷം അന്ന് പള്ളിവേട്ടയാണ്. 25-ാം തീയതി രാവിലെ തൃക്കൊടി ഇറങ്ങി ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ആറാട്ട് സദ്യയുണ്ട്. ഈ 9 ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട്. 11-ാമത്തെ ദിവസമാണ് തൈപ്പൂയം. തൈപ്പൂയം വളരെ മനോഹരമായി, വളരെ ഗംഭീരമായാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പെരുന്നാളിനും കൺവെൻഷനും കൊടിയേറി. പെരുമ്പുഴ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പെരുന്നാളിന് കൊടിയേറിയത്. കൊട്ടാരക്കര ഭദ്രസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ തേവദോറോസ് കാർമ്മികത്വം വഹിച്ചു. പെരുമ്പുഴ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിനും കൺവെൻഷനും കൊടിയേറി. കൊട്ടാരക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ തേവദോറോസ് കാർമ്മികത്വം വഹിച്ചു. പതിനാറിന് വൈകിട്ട് കൺവെൻഷന്റെ ഉദ്ഘാടനം കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് നിർവഹിക്കും. 17-ന് രാവിലെ 10:30-ന് ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. 19-ന് വൈകിട്ട് 5:30-ന് സന്ധ്യാ നമസ്കാരത്തിന് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് കാർമ്മികത്വം വഹിക്കും. 6:15-ന് രാസ, രാത്രി 9:15-ന് ശ്ലൈഹിക വാൽവ് ഫ്യൂഷൻ, 20-ന് രാവിലെ 8-ന് 3-ന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് കാർമ്മികത്വം വഹിക്കും. 9:30-ന് പ്രദക്ഷിണം, 10-ന് ആശീർവാദം, പുരസ്കാര വിതരണം, ധനസഹായ വിതരണം, 11-ന് സ്നേഹവിരുന്ന്, 21-ന് രാവിലെ 7:45-ന് കുർബാന, തുടർന്ന് കൊടിയിറക്ക്, പായസ നേർച്ച, ലേലം, ഉച്ചയ്ക്ക് 2-ന് ക്വിസ് മത്സരം, രാത്രി 7-ന് ബൈബിൾ നാടകം എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം. 4 പേർ റിമാൻഡിൽ. ഒളിവിലായിരുന്ന 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിഭാഗം ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ട് ഈ സംഭവം നടത്തിയത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും MV ഗോവിന്ദൻ. തദ്ദേശ സ്വയംഭരണ ദിനം. സ്വരാജ് ട്രോഫി നിർണയത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയെന്ന് മന്ത്രി MB രാജേഷ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം എന്നിവയും മാനദണ്ഡം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ,
കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ